ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീസസ് ലവ്സ് മീഡിയ മിനിസ്ട്രിയിലൂടെ എന്നെ കേൾക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ മിനിസ്ട്രിയുടെ ഉദ്ദേശം എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഈ ദൂത് എല്ലാവരും അറിയണം. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്ത് എല്ലാവരും ക്രിസ്തുയേശുവിൻ്റെ ക്രൂശിൽ നമുക്ക് ലഭിച്ച ആ ഒരു പാപക്ഷമയെക്കുറിച്ച് അറിയണമെന്നും ക്രിസ്തുയേശുവിൽ നാം ജീവിക്കണമെന്നും നാം സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരണമെന്നും ഉള്ള ഒരാഗ്രഹത്തോടുകൂടെ വചനം പഠിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു മിനിസ്ട്രിയാണ്. ഏവരും ഇത് കേട്ട് ദൈവത്തിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയെക്കുറിച്ച് അറിയണമെന്നും രക്ഷിക്കപ്പെടണമെന്നും ആഗ്രഹിക്കുന്നു. അത് വിശ്വസിച്ച് അതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ കൂടുതലായിട്ടുള്ള സാമീപ്യവും രക്ഷയും അനുഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ നമ്മുടെ പഠനത്തിനായി എടുത്തിരിക്കുന്ന വേദഭാഗം 2 കൊരിന്ത്യർ 6:1-2 വാക്യങ്ങളാണ്. അതിങ്ങനെ വായിക്കുന്നു: നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചുവെന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം. വളരെ അർത്ഥവത്തായ ഒരു ദൂതാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ കൃപ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ ക്രൂശിലും അവൻ്റെ പുനരുത്ഥാനത്തിലും വിശ്വസിച്ച് വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുവാനായിട്ട് നാം ഇന്ന് കൃപായുഗത്തിലായിരിക്കുന്നു. അപ്പോൾ ഇതൊരു പ്രസാദകാലമായിട്ടാണ്. യെശയ്യാപ്രവചനമാണെങ്കിൽ തന്നെയും അത് കോട്ട് ചെയ്തുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതാണിത്. നിങ്ങൾക്ക് ലഭിച്ച കൃപ വ്യർത്ഥമായി തീരരുത്. അങ്ങനെ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പിന്നെ എന്താണ്? പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി. അപ്പോൾ ഓരോ ഡിസ്പെൻസേഷൻ, അതായത് ഓരോ കാലത്തിൻ്റെയും ആ വ്യവസ്ഥ അനുസരിച്ച് ദൈവം ഉത്തരമരുളുന്നുണ്ട്. അപ്പോൾ രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്തിട്ടുണ്ടല്ലോ എന്നാണ് പറയുന്നത്. പിന്നീട് പറയുന്നത്, ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം. ഇത് നമുക്കൊക്കെയും ഒരു ആഹ്വാനമാണ് കർത്താവിൻ്റെ കൃപയിലേക്ക് വരുവാനായിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നാം ഈ കൃപയെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇന്ന് എത്രയോ ഡിനോമിനേഷണൽ ചർച്ചസ് ഉണ്ട്, ആയിരക്കണക്കിന് ചർച്ചസ് ഉണ്ട്. എന്നാൽ പലപ്പോഴും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇതൊക്കെയും നിലകൊള്ളുന്നത്. അതുകൊണ്ടാണല്ലോ ഇത്രയധികം വിഭജനമുണ്ടായിരിക്കുന്നത്. അപ്പം അതുപോലെ ട്രഡീഷണൽ, പാരമ്പര്യമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് നാം കൂടുതൽ വിശ്വസിക്കുന്നത്. അപ്പം ട്രഡീഷനെക്കുറിച്ച് കർത്താവ് എന്താണ് പറയുന്നത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15:1-3 വാക്യങ്ങൾ. 9-ാമത്തെ വാക്യം നോക്കാം നമുക്ക്. യെരുശലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുക്കൽ വന്നു. നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത്? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു.
എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നുവെന്ന്. അപ്പോൾ അന്നുമുണ്ട് പാരമ്പര്യത്തിൽ മാത്രം വിശ്വസിച്ച് ദൈവകൽപ്പനകളെ വൃഥാവാക്കി കളയുന്ന രീതി. അപ്പോൾ ഇന്നും നമുക്കത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം. എന്നാൽ ഇത് കൃപയുടെ കാലമാണ്. ഇത് ഇന്നിപ്പോൾ നമുക്ക് പറയാം, ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പ്ലോഷൻ ഓഫ് നോളജാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് വിജ്ഞാന സ്ഫോടനം തന്നെ. സോഷ്യൽ മീഡിയയും അനേകം ബുക്കുകളും അനേകം പ്രസംഗങ്ങളും ഒക്കെ ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് കൃപായുഗത്തെക്കുറിച്ച്. എന്നാലും ആരും അത് ശ്രദ്ധിക്കുന്നില്ല എന്നല്ല. കുറച്ച് പേരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, കുറച്ച് പേര് അതിനെ എതിർത്ത് നിൽക്കുന്നുമുണ്ട്. ഇപ്പം നോഹയാണെങ്കിൽ 100 വർഷത്തിന് മേൽ വർഷങ്ങൾ പ്രസംഗിച്ചു, ഇങ്ങനെ ഒരു പെട്ടകമുണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ അതിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളുക എന്ന്. എന്നാൽ പ്രസംഗിച്ച് വർഷങ്ങൾ കടന്നുപോയി. ശരിയായിട്ടുള്ള സമയം വന്നപ്പോൾ 8 പേർക്ക് മാത്രമേ ആ പെട്ടകത്തിൽ കയറി രക്ഷപ്പെടുവാനായിട്ട് സാധിച്ചുള്ളൂ. അപ്പോൾ നാം ഇന്ന് എന്താണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളത് നാം ഒന്ന് പുനർവിചിന്തനം ചെയ്യണം. പൂർവകാലത്ത് പഠിച്ചു വെച്ച കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നാം ഈ കൃപായുഗത്തിലെ യഥാർത്ഥമായിട്ടുള്ള വചനത്തെ നിരാകരിച്ചാൽ നാം കൈവിടപ്പെട്ടവരായി തീരുമെന്നുള്ളത് നാം ഒരു വാണിംഗ് ആയിട്ട് നമുക്ക് പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലനിൽ കൂടെ പറയുന്ന വാക്കുകളാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. അപ്പം നമുക്ക് പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിൽ ഒരു വേദപുസ്തകം ഉണ്ടായിരുന്നു. എല്ലാവരും അതിൽ നിന്ന് വായിക്കും. കുറച്ചൊക്കെ വായിക്കുമെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പഠിക്കുന്നുമൊന്നുമില്ല. പ്രത്യേകിച്ച് സങ്കീർത്തനവും സുവിശേഷങ്ങളും ഒക്കെ വായിക്കും, പ്രാർത്ഥിക്കും. നമ്മുടെ മാതാപിതാക്കന്മാരൊക്കെ വളരെ ദൈവഭയമുള്ളവരായിരുന്നു. പക്ഷേ എന്നാൽ അവർക്ക് ഈ വ്യത്യാസമൊന്നും അന്ന് മനസ്സിലായിട്ടില്ല. അവർക്ക് ലഭിച്ച ആ ജ്ഞാനത്തിനനുസരിച്ച് മാത്രമേ ദൈവം അവർക്ക് പ്രതിഫലം കൊടുക്കുകയുള്ളൂ. എന്നാൽ നാം ഇന്ന് കൂടുതൽ അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് നാം ആ ശരിയായിട്ടുള്ള വഴിയിൽ വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. എന്താണ് കൃപയുടെ സുവിശേഷം എന്ന് നാം മനസ്സിലാക്കണം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച്. എന്താണ് വ്യവസ്ഥ? ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണം എന്നുള്ളത് തന്നെ. അപ്പോൾ ഇതാണ് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്താണ് സുവിശേഷം? 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളാണ് ഇന്നത്തെ കൃപായുഗത്തിലെ സുവിശേഷമെന്ന് പറയുന്നത്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇനി റോമാലേഖനം 10-ന്റെ 9-10 വാക്യങ്ങൾ പറയുന്നത്, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഇതാണ് സുവിശേഷം, നാം വിശ്വസിക്കേണ്ട കാര്യങ്ങൾ. ഇതിനകത്ത് നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ് 3 ഉൾക്കൊണ്ടിരിക്കുകയാണ് ഈ വചനങ്ങളിൽ. അതായത് വായ് കൊണ്ട് ഏറ്റുപറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അപ്പോൾ നമ്മുടെ ചിന്തകളും അതിനകത്ത് വരുന്നുണ്ട്. ആ വിശ്വാസം പിന്നെ എന്താണ്? നാം രക്ഷിക്കപ്പെടും. നമ്മുടെ ആത്മാവ് ദൈവത്തോട് ചേർന്ന് വസിക്കത്തക്കവണ്ണം നാം നമ്മുടെ ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും ഈ സുവിശേഷത്തോട് യോജിക്കുകയാണ്. അപ്പോൾ പിന്നീട് പറയുന്നത്, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. അതായത് ഈ പറഞ്ഞ സുവിശേഷത്തിലാണ് നാം വിശ്വസിക്കേണ്ടത്. ഇനി പഴയ നിയമത്തിൽ എന്തായിരുന്നു? നാം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്ന കാര്യമായിരുന്നു.
അതോടൊപ്പം തന്നെ ന്യായപ്രമാണത്തിൻ്റെ അനുസരണമുണ്ട്, അതോടൊപ്പം തന്നെ യാഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പറയുന്നത് റോമാലേഖനം 6:14 എന്താണ് പറയുന്നത്? നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. കാരണം ഇന്ന് നമ്മൾ നിയമത്തിൻ്റെ കീഴിലല്ല. പിന്നെ നിയമം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അത് നമുക്ക് ചിന്തിക്കാം. ഇനിയും പഴയ നിയമത്തിലാണെങ്കിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ലേവ്യ പുസ്തകത്തിൽ അനേകം നിയമങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു നിയമം നമുക്കൊന്ന് നോക്കാം. ഒരുത്തൻ വ്യഭിചാരം ചെയ്താൽ ആ വ്യഭിചാരിയും വ്യഭിചാരിണിയും മരണശിക്ഷ അനുഭവിക്കണം. അപ്പം കർത്താവ് ഭൂമിയിൽ വന്ന് മനുഷ്യനായി ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് കർത്താവ് എന്താണ് പറയുന്നത്? സ്ത്രീയെ വേണ്ടാത്ത മോഹത്തോടു കൂടെ നോക്കിയാൽ അവൻ വ്യഭിചാരം ചെയ്തു പോയി. അപ്പം ഇങ്ങനെയുള്ളവരൊക്കെയും മരണശിക്ഷ അനുഭവിക്കണം. എത്ര കാഠിന്യമേറിയ ഒരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. ലേവ്യ പുസ്തകം 10:1-2 വാക്യങ്ങളിൽ അഹരോൻ്റെ പുത്രന്മാരായ നാദാബും അബീഹുവും ഓരോ ധൂപകലശമെടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗവും ഇട്ടു. അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അവർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചുപോയി. ചെയ്യുന്ന ഓരോ കുറ്റങ്ങൾക്കും അന്നേരം ശിക്ഷ, മരണശിക്ഷ. അപ്പോൾ ഇത് എത്രമാത്രം പ്രായോഗികമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. വളരെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ വായിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് കർത്താവ് അത് കൊടുത്തതെന്ന് വെച്ചാൽ അവൻ വിശുദ്ധനാകയാൽ തൻ്റെ മക്കളും വിശുദ്ധരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. അതിനു വേണ്ടിയിട്ടാണ് നിയമങ്ങൾ കൊടുത്തത്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ കർത്താവ് നമ്മോട് ക്ഷമിച്ചിരിക്കുകയാണ്. 1 യോഹന്നാൻ 2:1-2 പറയുന്നത് എന്താണ്? പാപം ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്കെഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം, പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ളത്. ഇന്ന് കൃപായുഗമാണ്. ഇത് നമ്മുടെ കർത്താവുമായിട്ട് നമുക്കുള്ള ബന്ധത്തിനൊരു വ്യത്യാസം വന്നിരിക്കുകയാണ്. ഇന്ന് കർത്താവ് നമുക്ക് അപ്പനാണ്, പിതാവാണ്. എന്നാൽ പഴയ നിയമത്തിലോ ഒരു നീതിമാനായ ജഡ്ജ്. അപ്പം എല്ലാ കുറ്റങ്ങൾക്കും പണിഷ് ചെയ്തുകൊണ്ടിരുന്ന, ശിക്ഷ കൊടുത്തുകൊണ്ടിരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ അവിടെ കാണുന്നത്. പിന്നീട് എന്താണ് ഇവിടെ പറയുന്നത്? റോമാലേഖനം നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. എത്രമാത്രം വ്യത്യാസമാണ് ന്യായപ്രമാണ കാലത്തെ മനുഷ്യരുടെ ജീവിതവും നമ്മുടെ ഇന്നത്തെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധവും ദൈവവുമായിട്ടുള്ള ബന്ധം. നേരത്തെ ആണെങ്കിൽ നിയമം അനുസരിക്കുക, മനസ്താപപ്പെടുക, യാഗങ്ങൾ ചെയ്യുക, ഇതൊക്കെയായിരുന്നു. എന്നാൽ ഇന്നോ എഫേസ്യ ലേഖനം 2:8-10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേയാകുന്നു. ദാനമാണെന്ന് ഓർക്കണം. അത് ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. പിന്നീട് നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. എന്താണ്? നാം ക്രിസ്തുവിലായി കഴിഞ്ഞാൽ നാം സൽപ്രവൃത്തികൾക്ക് വേണ്ടി ഉത്സാഹമുള്ളവരായി തീരുന്നു എന്നാണ് അവിടെ പറയുന്നത്. എന്നാൽ ഈ കൃപായുഗത്തിൻ്റെ മഹിമയെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത വ്യക്തികൾ എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ നല്ലതായിട്ട് ജീവിക്കും, സൽപ്രവർത്തികൾ ചെയ്യും, ദൈവം അപ്പോൾ എന്നിൽ പ്രസാദിക്കുമെന്നാണ്.
എന്നാൽ വചനം എന്താണ് പറയുന്നത്? നമ്മുടെ നീതിപ്രവർത്തികളൊക്കെയും കറ പിടിച്ച തുണി പോലെയാണെന്ന്. കാരണം നമ്മുടെ പ്രവർത്തികളാൽ നമുക്കൊരിക്കലും നീതിമാന്മാരായി തീരാൻ സാധ്യമല്ല. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ സ്വഭാവത്തെ അല്ലെങ്കിൽ ഇന്ന് പ്രകടമാക്കിയിരിക്കുന്ന ആ കൃപയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1:17 എന്താണ് പറയുന്നത്? ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. അതുപോലെ തന്നെ എന്തിനാ ഈ നിയമം കൊടുത്തത്? അത് നമുക്ക് വളരെയധികം ചിന്തിക്കാനുണ്ട്. റോമാലേഖനം 3:20 എന്താണ് പറയുന്നത്? അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്തിൽ പാപത്തിൻ്റെ പരിജ്ഞാനമത്രേ വരുന്നത്. അപ്പം ന്യായപ്രമാണം എന്തിനാ തന്നത്? ഈ പരിജ്ഞാനമുണ്ടാകണം. എന്താണ് തെറ്റ്, എന്താണ് നന്മ എന്നുള്ളത്. ഇനി തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് അനുവദിച്ചേക്കുന്നതിനെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഈ പറയുന്നത്. ഇപ്പോഴാകുന്നു കൃപായുഗം, ഇപ്പോഴാകുന്നു പ്രസാദകാലം, ഇപ്പോൾ രക്ഷിക്കപ്പെട്ടുകൊള്ളുക. കാരണം ഈ സമയത്തിനൊരവസാനം വരും. കാരണം ഈ കൃപായുഗം അവസാനിക്കും. സഭയുടെ ഉൽപ്രാപണത്തോടുകൂടെ ഈ സമയത്തിനൊരു അന്ത്യമുണ്ടാകും. കാരണം 1 തെസ്സലോനിക്കർ 4:16-18 വരെയുള്ള വാക്യങ്ങൾ എന്താണ് പറയുന്നത്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം കർത്താവിനോട് കൂടെ ഇരിക്കും. അപ്പം ഇത് കൃപായുഗത്തിൻ്റെ അവസാനമായത്. അപ്പം കൃപായുഗത്തിൻ്റെ അവസാനം ആയിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും രക്ഷിക്കപ്പെടാനായിട്ട് അവസരമില്ല. ഈസിയായിട്ട് രക്ഷിക്കപ്പെടും, പക്ഷേ വലിയ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോയിട്ട് മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. നമുക്കറിയാം, ആ മഹോപദ്രവ കാലമൊക്കെ ഉണ്ടാകും, ആൻറ്റൈ ക്രൈസ്റ്റ് വരും. ഇപ്പോൾ സൗജന്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്നതിന് നമ്മൾ നമ്മുടെ ആ രക്തം ചിന്തേണ്ടി വരും. അപ്പം വലിയ പ്രയാസമാണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീനെന്ന്. വെളിപ്പാട് പുസ്തകത്തിലും പറയുന്നുണ്ട്, ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള ഒരു പരീക്ഷാ കാലമുണ്ടെന്ന്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട. ഇപ്പോൾ സുപ്രസാദ കാലമാണ്, ഇപ്പോൾ രക്ഷിക്കപ്പെടുക. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യേണ്ടത്? റോമാലേഖനം 8:20 പറയുന്നു, ഇപ്പോൾ നാം ആയിരിക്കുന്നത് സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ ഇപ്പോൾ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇന്ന് നമ്മളിവിടെയാണ്. അപ്പം നമ്മൾ വിശുദ്ധ ജീവിതം അതായത് നാം ക്രിസ്തുവിലായി കഴിയുമ്പോൾ നാം വിശുദ്ധ ജീവിതം നടത്താനായിട്ട് അല്ലെങ്കിൽ സൽപ്രവർത്തികൾക്കായിട്ട് നമ്മുടെ ജീവിതത്തെ ദൈവം മുൻ നിയമിച്ചിരിക്കുകയാണ്. തീത്തോസിന് എഴുതിയ ലേഖനം 2:11-13 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്: സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഇന്ന് കൃപയുടെ കാലമാണ്. സകല മനുഷ്യർക്കും, യഹൂദനെന്നോ യവനനെന്നോ ഒരു വ്യത്യാസവുമില്ല. ആർക്ക് വേണമെങ്കിലും ഈ രക്ഷയിലേക്ക് കടന്നു വരാം. എന്നെ കേൾക്കുന്ന ആരാണെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നമുക്ക് രക്ഷിക്കപ്പെടാനുള്ള ഒരവസരമാണ്, വലിയ ഒരു ഭാഗ്യാവസ്ഥയാണ് നമുക്ക് തന്നിരിക്കുന്നത്. പിന്നീട് 12-ാമത്തെ വാക്യം എന്താണ് വായിക്കുന്നത്? നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊള്ളണം. പിന്നീട് എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഇവിടെയുണ്ട്. 13-ാമത്തെ വാക്യം, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. എന്താണ് ഇവിടെ അത് എന്ന് പറഞ്ഞാൽ? ആ കൃപയാലുള്ള പ്രത്യാശ.
കർത്താവിന് നമുക്ക് പ്രത്യാശ തന്നിരിക്കുകയാണ്. അത് കൃപയാലെയാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഭക്തികേട്, പ്രപഞ്ചമോഹങ്ങൾ ഇതെല്ലാം വിട്ടുകളഞ്ഞിട്ട് സുബോധത്തോടുകൂടെ, നീതിയോടുകൂടെ, ദൈവഭക്തിയോടുകൂടെ ജീവിച്ചു പോരണം. അപ്പോൾ ഈ ജീവിച്ചു പോരേണ്ടുന്നത് ആരാണ് നമ്മിൽ സാധ്യമാക്കി തരുന്നത്? ആ പ്രത്യാശ, കൃപയാലുള്ള പ്രത്യാശ. അത് പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മെ കൊണ്ട് ഇങ്ങനെയുള്ള നന്മകൾ ചെയ്യിക്കുന്നു. കൃപയാലെയാണിത്. അപ്പം അതിൻ്റെ തന്നെ 14-ാമത്തെ വാക്യം, തീത്തോസ് 2:14 എന്താണ് എഴുതിയേക്കുന്നത്? അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്ത ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഈ ബോധം വരുമ്പോഴാണ് നാം വിശുദ്ധ ജീവിതം നയിക്കുന്നത്. അവൻ നമ്മെ സ്നേഹിച്ചു, നമുക്കായിട്ട് കാൽവറിയിൽ യാഗമായിട്ട് തീർന്നു, നമ്മോട് കുറ്റങ്ങളെല്ലാം ക്ഷമിച്ചു തന്നിരിക്കുന്നു. ഈ വലിയ രക്ഷയെന്ന് പറയുന്നത് ഒരു മഹാദാനം, വലിയ ദാനമായിരിക്കുന്നതുകൊണ്ട് അതിനുവേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തോടുള്ള ആ സ്നേഹത്തിൽ നാം ജീവിക്കാൻ ആരംഭിക്കുന്നുവെന്ന് മനസ്സിലാക്കണം. എബ്രായ ലേഖനം 6:19 ഒരു വാക്യമുണ്ട്. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. ഈ പ്രത്യാശയാണ് നമുക്ക് ആത്മാവിന് നങ്കൂരമായിരിക്കുന്നത്. അതായത് നങ്കൂരം എന്ന് വെച്ചാൽ നമ്മെ ക്രിസ്തുവിൽ ഉറപ്പിച്ചു നിർത്തുകയാണ്. നങ്കൂരം എപ്പോഴാണ് ഇടുന്നത്? നമ്മൾ കടലിൽ ആ ബോട്ട് അല്ലെങ്കിൽ കപ്പൽ ഒരിടത്ത് ഉറച്ചു നിൽക്കണമെങ്കിൽ ആ നങ്കൂരമിടണം എന്ന് പറഞ്ഞതുപോലെ ഈ പ്രത്യാശ അല്ലെങ്കിൽ ഈ വിശ്വാസമാണ് നമുക്ക് ക്രിസ്തുവിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുന്നത്. ഇത് ആത്മാവിൻ്റെ ഒരു നങ്കൂരമാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? 2 കൊരിന്ത്യർ 5:14-15 ഇങ്ങനെ വായിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഈ നിർണയമാണ് നമ്മെ ക്രിസ്തുവിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. ഇതാണ് നമ്മുടെ വിശ്വാസമെന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ഗലാത്യ ലേഖനം 5:1 ഒന്നുകൂടെ വായിക്കാം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിലുറച്ചു നിൽപ്പീൻ, ഈ സ്നേഹത്തിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പം നമുക്ക് ഈ കൃപ നൽകിയിരിക്കുന്നത് ഒരു ദാനമായിട്ടാണ്. റോമാലേഖനം 11:6 എന്താ പറയുന്നത്? കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപ കൃപയല്ല. അപ്പോൾ കൃപയല്ലെന്ന് പറയുമ്പോൾ അപ്പോൾ കൃപയെ ഉപേക്ഷിച്ച് നാം ചില പ്രവൃത്തികളാൽ നാം ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പോകുമ്പോൾ നമുക്ക് ക്രിസ്തുവിൻ്റെ ആ കൃപയിൽ നാം വിശ്വസിക്കാത്തത് നിമിത്തം ക്രിസ്തുവിൻ്റെ കൃപ നാം വൃഥാവാക്കുകയാണ് ചെയ്യുന്നത്. 2 കൊരിന്ത്യർ 1:4 പറയുന്നു, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് കഷ്ടം വരുമ്പോൾ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നുവെങ്കിൽ ആ ആശ്വാസം നാം മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ വായിച്ചു, സ്നേഹം നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. ഇനി നമ്മൾ എന്താണ്? അവരെ ധൈര്യപ്പെടുത്തുന്നു. അപ്പോൾ ഈ ആശ്വാസം കൊടുക്കുക എന്ന് വെച്ചാൽ നാം അവരെ ധൈര്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നാം എന്താ ചെയ്യേണ്ടത്? റോമാലേഖനം 6:1-2 എന്താ വായിക്കുന്നത്? ആകയാൽ എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. കാരണം നമ്മൾ കൃപയിലായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കരുത് ഇത് നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയതാ ഏത് വിധേനയും ജീവിക്കാമെന്ന്. ഒരിക്കലുമല്ല. അപ്പം കൃപയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് നാം കർത്താവിനെ
സ്തുതിക്കുകയും അവനെ സ്നേഹിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ വാക്യം പറയുന്നത്, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നതെങ്ങനെ? ഒരിക്കൽ നമ്മൾ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു, ഇന്ന് നമ്മെ കർത്താവ് ജീവിപ്പിച്ചിരിക്കുന്നുവെങ്കിൽ അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാനായിട്ടാണ് കർത്താവ് നമ്മെ ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ കൃപയുടെ സുവിശേഷം നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുമ്പോൾ വചനം പഠിച്ച് മനസ്സിലാക്കി ഈ കൃപയിൽ വിശ്വസിക്കുക. കർത്താവ് നമുക്കിത് സൗജന്യമായി തന്നിരിക്കുകയാണ്. നമ്മുടെ പ്രവർത്തികളാലല്ല, അല്ലെങ്കിൽ നമ്മുടെ അനുഷ്ഠാനങ്ങളാലല്ല, പിന്നെ മറ്റു ചില ജഡീകമായിട്ടുള്ള പ്രവർത്തികളാലൊന്നുമല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത് കൃപയാലത്രേ, വിശ്വാസത്താലത്രേ. ഇന്ന് കൃപായുഗം നമുക്ക് പ്രസാദകാലമായിട്ട് ലഭിച്ചിരിക്കുന്നു. നോഹയുടെ സമയത്ത് സംഭവിച്ചതുപോലെ ആ വാതിലടയാനായിട്ട് നാം ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. അതിന് മുൻപേ തന്നെ ആ പെട്ടകത്തിൽ കയറിക്കൊള്ളുവാനായിട്ട് ശ്രമിക്കുക. കൃപയാൽ നമുക്ക് ദാനമായി കിട്ടിയിരിക്കുന്ന ഈ രക്ഷയെ നമ്മൾ വൃഥാവാക്കരുത് എന്ന് നിങ്ങളുടെ സ്നേഹത്തോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും വീണ്ടും കൃപയുടെ സുവിശേഷത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട്, അല്ലാതെ സമ്പ്രദായങ്ങളിലോട്ടോ പാരമ്പര്യത്തിലോട്ടോ പോകാതെ കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് അവനിൽ വിശ്വസിക്കുക. നമ്മൾ ചർച്ചിൽ പോയി, അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും പോയി ഞാൻ ഇന്നത് ചെയ്തു, നന്മ പ്രവർത്തികൾ ചെയ്തു, ഇതിലൊന്നുമല്ല നമുക്ക് രക്ഷയുള്ളത്. ചർച്ചിൽ പോകണം, നമുക്കവിടെ വചനം കേൾക്കണം, ശരിയായിട്ട് വചനം പഠിക്കണം, കൂട്ടായ്മ വേണം, എല്ലാം ആവശ്യമാണ്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ്. അനുരഞ്ജനം നാം പ്രാപിച്ചിരിക്കുന്നത് നാം ഏറ്റെടുത്ത് അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവിന്. സ്തോത്രം. നിങ്ങളുടെ സ്നേഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഈ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ളവർക്കുമൊക്കെ ഷെയർ ചെയ്യണം. കൃപയുടെ സുവിശേഷം മറ്റുള്ളവരെ നാം അറിയിച്ച് അവരെയും ഈ കൃപയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്, ക്രിസ്തുവിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ദൗത്യമാണ് നമ്മെ ഏവരെയും കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് നിങ്ങളുടെ സ്നേഹത്തോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.